വരൂ ഗായ്സ്, സൈറസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബീട്രൂട്ട് തോരൻ തയ്യാറാക്കിയാലോ. അതിനാവശ്യമായ ബീട്രൂട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയ ബീട്രൂട്ടാണ്. ഇതിനാവശ്യമായത് ചിരകിയ തേങ്ങയും ഉപ്പും. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് ചെറുതായി മുറിച്ചിടാം. ചെറുതായി മുറിച്ചിട്ട ബീട്രൂട്ട് ഇതിന് കഴുകിയൊന്നും വേണ്ട. നേരത്തെ ഞാൻ കഴുകി വെച്ചതാണ്. മുറിച്ചതിന് ശേഷം കഴുകാൻ പാടില്ല. കഴുകിയാൽ അതിൻ്റെ കളറെല്ലാം പോവും. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ലേശം വെള്ളവും ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കൊരു 7 മിനിറ്റ് സിമ്മിലിട്ടിട്ട് വേവിക്കാം. ഇതിന് കുറച്ച് വേവുണ്ട്. വെന്തതിന് ശേഷം വെള്ളം വറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചിരകിയ തേങ്ങയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1 മിനിറ്റ് മൂടി വെച്ച് നമുക്ക് ഒന്നും കൂടി വേവിച്ചെടുക്കണം. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇത് വേറൊരു പാത്രം എടുത്ത് നമുക്ക് കടുക് പൊട്ടിക്കണം. അതിന് എണ്ണ ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും വറ്റൽമുളകും വെളുത്തുള്ളിയും ചതച്ചതെടുത്തത് ഇട്ടുണ്ട്. ഇതുപോലെ യോജിപ്പിച്ച് നമുക്ക് നേരത്തെ തയ്യാറാക്കിയ ബീട്രൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി യോജിപ്പിച്ചെടുക്കണം. ഇതുപോലെ ഇട്ട് കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ വേണമെങ്കിൽ പച്ചമുളകും ചേർക്കാം. പക്ഷെ പച്ചമുളകിനും കാട്ടി ടേസ്റ്റ് കൂടുതൽ വെളുത്തുള്ളിയും വറ്റൽമുളകും ചതച്ചതാണ്. ഇതുപോലെ ഒന്ന് ഇളക്കി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബീട്രൂട്ട് തോരൻ റെഡിയായി കഴിഞ്ഞു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.